അതല്ല, ആ, ഈ വെബിനാർ എന്ന് പറയുന്ന പൊതുവെ ഫ്രീ ആയിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നതായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അത് മാറി. ഇപ്പൊ എന്താണെന്ന് പറ അതിന്റെ ഉദ്ദേശം. ഇപ്പം സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണ് ഇതിനകത്ത് കയറുന്നത്. ആ അപ്പൊ അവര് കൂടുതൽ NLP-യിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരും കൂടുതൽ NLP-യിലെ തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസിലോട്ടും കൂടുതൽ NLP അറിയാനും NLP ജീവിതം നയിക്കാനും ആഗ്രഹമുള്ളവരാണ് ഇതിനകത്ത് കയറി വേറൊരു ലെവലിലേക്ക്. കേറുന്ന NLP-യുടെ സ്റ്റുഡൻസ് ആ അവരിവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഗസ്റ്റ് ആയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ NLP സ്റ്റുഡൻസ് അല്ലാത്തവരെല്ലാം ഗസ്റ്റ് ആണ്. അവർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കാം. എന്നിട്ട് ഈ സ്റ്റുഡൻസിന്റെ ഈ ഇന്ററാക്ഷനിൽ അവർ അട്രാക്ട് ആകുകയാണെങ്കിൽ ഇനി നടത്താൻ പോകുന്ന ക്ലാസ്സിൽ അവരും കൂടെ ചേരും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് NLP കൊണ്ട് എന്ത് ഗുണം കിട്ടി എന്നാണ് നിങ്ങളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, മനഃശക്തി വർദ്ധിക്കുവാൻ NLP നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ മനഃശക്തി എങ്ങനെയാണ് നിങ്ങളെ വർദ്ധിപ്പിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. NLP അറ്റൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ പറയുന്ന ഓരോ ക്ലാസ്സിൽ. ഇന്ന് ഇട്ടിരിക്കുന്നത് NLP അറ്റൻഡ് ചെയ്തവർക്ക്, അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മനഃശക്തി അവരുടെ വർദ്ധിക്കും. അതാണ്. വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല NLP പഠിക്കുമ്പോൾ, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും പറയുക. ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാകും, ഓ ഇവരെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇവർക്കൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോഴാണ് പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടുന്ന സാധനമല്ല, ഗ്രാജുവലി കിട്ടുന്ന ചില സംഗതികളാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ എന്നും കൂടണം എന്ന് പറയുന്നത്. ഈസ് നോട്ട് എ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലിത്. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ അല്ല ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിനകത്ത് സംഭവിക്കുന്നത് മാറ്റങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് സാധാരണ നമ്മൾ അറിയില്ല. ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ അൺകോൺഷ്യസ് ലെവൽ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാക്കുകൾ കിട്ടാത്തത്. ബിക്കോസ് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ അൺകോൺഷ്യസ് ലെവൽ. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി NLP ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ തരത്തിലേക്ക് കടക്കണം. ക്ലാസ് എടുക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതാണ് മാറ്റങ്ങളും ക്ലാസ് എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. മാറ്റം വന്ന ഒരാൾ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ മാറ്റങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ ക്ലാസ് എടുക്കാനുള്ള ലെവലിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. അത് എത്തണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിയറി, വേർഡിങ്സ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ NLP കൊണ്ട് മനഃശക്തി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം അത് സംഭവിച്ചത് സബ് കോൺഷ്യസ് ലെവലിലാണ്. അപ്പൊ അതിനെ പറ്റിയ വാക്കുകൾ കൂടെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടും വേണം. തിയറി പാർട്ടും ഉണ്ടായിരിക്കണം. തിയറി പാർട്ട് പറഞ്ഞാൽ വെർബൽ ലാംഗ്വേജ്. പിന്നെ നിങ്ങൾക്ക് മാറ്റം വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആൾക്കാർക്ക് കൃത്യമായിട്ടും അവരുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പലർക്കും ക്ലാസ്സുകൾ കേൾക്കുന്ന പോലെ ഇറ്റ്സ് ഓൺലി ഇൻഫർമേഷൻ. അവരുടെ തലയിൽ കുറച്ച് ഭാരം കൂടെ കയറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനോ NLP ഇത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ഭാരം കൂട്ടും, തലയിലെ ഭാരം കൂട്ടും. അത്രേ ഉള്ളൂ. ഇവിടെ സംഭവിക്കേണ്ടത് മാറ്റങ്ങളാണ് ആദ്യം സംഭവിക്കേണ്ടത്. മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ആളിനാണ് ഈ പറഞ്ഞ തലയിൽ ഈ അറിവും കൂടെ വേണ്ടത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നു കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ടേക്ക് ദി ക്ലാസ്സസ്. അതിനാണ് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു പോയി. എല്ലാവരും ചാടി കയറി. എനിക്ക് ഐ വാണ്ടഡ് ടു ബിക്കം എ കൗൺസിലർ, എനിക്ക് ക്ലാസ് എടുക്കണം. കയറിക്കോ, കയറി. പക്ഷെ എത്ര പേരുണ്ട് ഈ ഫ്രീ വെബിനാറൊക്കെ പങ്കെടുക്കുന്നവർ? വാളെടുത്തിച്ചങ്ങ് ഇറങ്ങിയേക്കാ, വെട്ടണം വെട്ടണം വെട്ടണം. മൂർച്ചയുള്ള വാളുകൊണ്ട് വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല, സ്വയം തല വെട്ടിപ്പോവും. എതിരാളിക്കിട്ട് വെട്ടുന്നതിന്റെ പകരം സ്വയം തലയായിരിക്കും വെട്ടുന്നത്. അതുകൊണ്ടാണല്ലോ പല ആൾക്കാരും പറയും, സോറി ഞാനൊക്കെ അത് അവരുടെ ചരിത്രം കേട്ടപ്പോൾ ഞാനങ്ങ് തളർന്നു പോയി എന്ന് പറയുന്നു. നിങ്ങൾ തളർന്നു പോയ എവിടെ നിന്നൊക്കെ മനഃശക്തി കിട്ടിയിരിക്കുന്നത്? ലോകത്തിലുള്ളവർക്കും മുഴുവൻ സങ്കടങ്ങളും ദേഷ്യത്തിനെ പറ്റി അസൂയയെ പറ്റിയും പറയാനേ സമയമുള്ളൂ. എത്ര പേരുണ്ട് നിങ്ങളോട് ഇതല്ലാണ്ട് പറയുന്നവർ ലോകത്തിൽ? അവർക്ക് അവരുടെ സങ്കടങ്ങള്, അവരുടെ ദേഷ്യങ്ങള്, അവരുടെ വെറുപ്പുകള്, അവരുടെ അസൂയകള് കണ്ടില്ലേ? അവളുടെ നടപ്പൊക്കെ ഇതൊക്കെയല്ലേ പറയുന്നത്? അസൂയ. എന്റെ സോറേ, അത് പോയി, നഷ്ടപ്പെട്ടു പോയി, എന്നെ ഒന്നിനും കൊള്ളില്ല, ഇതല്ലേ പറയുന്നത്. എവിടെ കിട്ടി സ്ട്രെങ്ത്, മനഃശക്തി എവിടെ കിട്ടി? മനഃശക്തി എന്ന് പറഞ്ഞാല് അതിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചുമ്മാ അങ്ങനെ ക്ലാസ് തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ ആരെങ്കിലുമൊക്കെ ഈ സബ്ജക്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയണല്ലോ, നിങ്ങൾ എന്താ കിട്ടിയെന്ന്. ഓക്കെ, ഓരോരുത്തർ പറഞ്ഞോളൂ. ഇനി ഞാൻ പേരാരുടെയും പറയാനോ. ഓരോരുത്തരും ഒന്നും അറിയത്തില്ലേലും പേരും വീട്ടുകാരൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാര്. വാട്ട് എവർ യു നോ അബൌട്ട് യുവേഴ്സ് സെൽഫ് ആൻഡ് NLP എന്തെങ്കിലും പറഞ്ഞോ, ഈ ടോപ്പിക്കിനെ പറ്റി വല്ല അറിയാമെങ്കിൽ അതുകൊണ്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ, സ്റ്റാർട്ട്. സേറ അവസാനം വെൽക്കം സ്പീച്ച് ചെയ്താൽ മതിയേ. Good evening, sir. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ശൈലജ. Sir, കേൾക്കുന്നുണ്ട് മോളെ, പറഞ്ഞോളൂ. ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിലും എനിക്കുണ്ടായൊരു ചെറിയൊരു സംഭവം രസകരമാണ്. പറഞ്ഞോളൂ. ഇന്നലെ രാവിലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ചു. അപ്പൊ അത് എന്നും ഞാൻ ഒരു ബ്രാൻഡ് പൊടിയുടെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ എടുത്തത് ആ പൊടി വേറെ ബ്രാൻഡായിരിക്കും. പക്ഷെ ഞാൻ കുഴച്ചിട്ട് എന്ത് ചെയ്താ അത് ചാടുന്നില്ല. അപ്പൊ ഈ NLPയുടെ ക്ലാസ് കേൾക്കണേക്ക് മുമ്പ് ഒക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒന്നില്ലെങ്കിൽ മാവ് പള്ളേക്കളയും, പാത്രം വലിച്ചെറിയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും എന്റെ ദേഷ്യത്തിന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു, NLPയുടെ ക്ലാസ് അപ്പൊ ഒന്ന് നോക്കാം, കുറച്ചൊന്ന് ശ്രമിച്ച് നോക്കാന്ന് വിചാരിച്ച് പതുക്കെ അതിനെ മയപ്പെടുത്തിയെടുത്ത് കുഴച്ച് ആക്കി കഴിഞ്ഞപ്പം ഇടിയപ്പത്തിന്റെ രൂപത്തിൽ കിട്ടി. എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു എന്നുള്ളൂ, പക്ഷെ എനിവേ ഞാൻ മാനേജ് ചെയ്തു. എനിക്കപ്പം എന്താ പറയാ, ഞാൻ അതുകൊണ്ട് ഈ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നേ, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട്. ഭയങ്കര സൂപ്പർ. താങ്ക് യു സർ. ഇങ്ങനെ സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ പറയുമ്പോ എന്ത് രസമുണ്ടെന്നറിയോ കേൾക്കാൻ. ഭയങ്കര അത് ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇന്ന് ക്ലാസ്സിന് വേണ്ടി ഇത് പറയാൻ വേണ്ടി. ഓക്കെ ശൈലജ, വെരി ഗുഡ്, താങ്ക് യു ശൈലജ. മനസ്സിന്റെ ആ ചേഞ്ച് വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഷോർട്ട് ടെമ്പേർഡാ, ശരിക്കും ഹൈപ്പറാണ്, ഷോർട്ട് ടെമ്പേർഡാണ്. അപ്പൊ അങ്ങനെയായിരുന്നു. പക്ഷെ എനിവേ ഐ മാനേജ് ഇറ്റ് വെൽ. താങ്ക് യു സോ മച്ച്. ഇതിനൊക്കെ അതിൻ്റെതായ പ്രിൻസിപ്പിൾസ് ഉണ്ട് കേട്ടോ. NLP ചുമ്മാതെയൊന്നും അല്ല മാറിയത്. നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ ആ പ്രിൻസിപ്പിളും കൂടെ പറയുമ്പോഴാണ് ക്ലാസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആടിന് മാറ്റം വന്നു, അത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരു ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് വാസ് ദ പ്രിൻസിപ്പിൾ വർക്കിംഗ് ബിഹൈൻഡ് ഇറ്റ് എന്നും കൂടെ പറയണം. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനാണ് ഈ ഫ്രീ വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തയാള്. ഞാൻ റൊസീന, ലേഡോ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ട്രിവാൻഡ്രം പേട്ടയിൽ താമസിക്കുന്നു. ഞാനൊരു റീഫ്രെയിമിംഗ് റീസെന്റ് നടത്തി, അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാ. എനിക്ക് ഡെന്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കൊട്ടിട്ട് പോയി ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ കുറെ ലേറ്റ് ആയി, കാരണം ട്രാഫിക് ജാം ആയതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ, വേസ്റ്റ് ഓഫ് ടൈം ആണ്, ഇത്രയും സമയം എങ്ങനെ കളയാം. അപ്പൊ ഞാൻ ഒരു റീഫ്രെയിമിംഗിലേക്ക് പോയി.
ഞാൻ വിചാരിച്ചു നല്ല യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. ഉടനെ ഞാൻ മൊബൈൽ എടുത്തിട്ട് ഞാൻ മെയിൽ നോക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ നോക്കി, പിന്നെ നമ്മുടെ ടോപ്പിക്കിലോട്ട് തന്നെ ഈ റീഫ്രെയിമിലോട്ട് വന്നു. അപ്പൊ അത് തന്നെ നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പൊ ടൈം പോയത് എങ്ങനെയാ ഞാൻ അറിഞ്ഞില്ല. ഡോക്ടർ വന്നപ്പോൾ ആദ്യത്തെ പേഷ്യന്റ് ഞാനുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ he was also happy. ഇങ്ങനെ ഒരു റീഫ്രെയിമിംഗ് നടത്തി ഓക്കെ, ഓഫ് വെരി ദ ഗുഡ്. കോണ്ടസ്റ്റ് ഓഫ് ദ കണ്ടന്റ്, ഓക്കെ, കോണ്ടസ്റ്റ് കണ്ടന്റ്. ഓക്കെ, ഇനി അടുത്ത ആള്. താങ്ക് യു. ഇങ്ങനെ അനുഭവം പറയണമെന്നില്ല, എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേജിൽ പബ്ലിക്കായിട്ട് സംസാരിക്കാനും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ NLPയുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തയാൾ. ഞാൻ പറയട്ടെ. ആ, എൻ്റെ പേര് പരമേശ്വരൻ, തൃപ്പൂണിത്തുറ എന്നാണ്. ഞാൻ ഇതുപോലെയാണ് സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തിയറിയും പ്രാക്ടീസും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ ചേഞ്ച് വരുന്നെന്ന് പറയുന്നത് ഫുള്ളായിട്ടായിട്ടില്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ഇത് വരും. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, സാറിൻ്റെ വാക്കുകൾ ഓർമ്മ വരും. അപ്പോൾ ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ പങ്കുവയ്ക്കുമ്പോൾ സാർ അത് പറയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. അതായത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഓരോ സംഗതികൾ, അത് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സാറ് പറയും അത് മനസ്സിനോട് നിങ്ങൾ നേരെ വർത്തമാനം പറയണം. അതായത് വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിക്കണം മനസ്സിനോട്. അപ്പോൾ മനസ്സ് ഒന്ന് പറയും, പിന്നെ അതിന് വേറെ നമ്മൾ തർക്കിക്കണം. അവസാനം അത് മനസ്സ് ശാന്തമാകും. ആ ശാന്തമാകുന്നത് വരെ നമ്മൾ മനസ്സിനോട് മല്ലടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, മാപ്പ് ഇസ് നോട്ട് ദ ടെറിട്ടറി എന്നുള്ളൊരു ഇതുണ്ട്. അതായത് ഞാൻ ഒരു തലത്തിലാണ് ചിന്തിച്ചത്, ഒരു ഭാഷയിൽ കൂടെയാണ് ഞാൻ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭാഷ അല്ലാതേക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ മനസ്സിന് ഈ ശക്തി ഇല്ലാതെമായി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മറ്റേ ആൾക്കും അതിന് ഒരു ഇതുണ്ട്. എൻ്റെ മാപ്പിൽ ഒന്നായിരിക്കും, മറ്റൊരാളുടെ മാപ്പ് വേറെ ആയിരിക്കും. അത് അയാളുടെ ഇത്. നമുക്ക് എന്താ പ്രോബ്ലം എന്നുള്ളത് ചിന്തിച്ച് അത് പ്രോബ്ലം ഇല്ലെങ്കിൽ ശാന്തമായിരിക്കാൻ പറയുക. അപ്പോൾ മനസ്സ് ശാന്തമായ നമ്മൾ ശക്തനായി എന്നുള്ളതാണ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇതിപ്പോൾ NLP പഠിച്ചവർക്കൊക്കെ മുഴുവനും മനസ്സിലായി കാണും അദ്ദേഹം പറഞ്ഞെന്താണെന്ന്. പക്ഷെ അല്ലാത്തവർക്ക് ഈ മാപ്പ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം കേൾക്കുന്നുണ്ട് വേണ്ട, അവർക്കൊന്നും മനസ്സിലാകണം നിർബന്ധമില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഏതായാലും പരമേശ്വരൻ സാറിന് വിചാരിച്ച പോലെ കാര്യങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ശാന്തമായിട്ട്. ഓക്കെ, ഇനി അടുത്തയാള് മേരിക്കുഞ്ഞ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. സാറിന്റെ NLP ക്ലാസ്സിലൂടെ ഒത്തിരി പ്രയോജനം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഏത് പ്രശ്നം വന്നാലും അതിനെ കൂടുതൽ വേഴ്സാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വഭാവം. ചിന്തിച്ച് അതിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളത് വളരെ വൈകും. സാറിന്റെ 4 കോഴ്സുകൾ കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിന്തകളെ ശരിയാക്കുന്നതാണ് നമ്മളെ സമാധാനിപ്പിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് മനസ്സിലായി. ചിന്തകള് കുറച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ സാധിക്കും ആ സംഭവത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സന്തോഷമുള്ളൊരു സംഭവത്തിലേക്ക് ചിന്തകളെ മാറ്റിയിട്ട് മനസ്സിനൊന്ന് ശാന്തമാക്കി പ്രോപ്പറായിട്ട് ചിന്തിക്കാനും. അങ്ങനെ ഏത് പ്രശ്നം വന്നാലും ഫസ്റ്റ് എയ്ഡ് നമ്മുടെ കയ്യിൽ സാറ് തന്നിട്ടുണ്ട്. ഫർദർ ഒരു ഹെൽപ്പിന് പോകുന്നതിന് മുൻപ് താൽക്കാലികമല്ല, നമ്മെ ആശ്വസിപ്പിക്കാൻ നമുക്ക് തന്നെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ 4 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയത്. ഞാനുണ്ട് എല്ലാത്തിനും കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അതിൻ്റെ ഇടയ്ക്ക് സാനിയ റാഫി ഒന്ന് വീഡിയോ തുറന്നായിരുന്നല്ലോ. യു വാണ്ട് ടു സേ സംതിങ്? Hi.
ഞാൻ സാനിയ, ഞാൻ എഞ്ചിനീയർ ആണ്. സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഇഗ്നൂലെ സ്റ്റുഡൻറ് കൂടിയാണ്. ഞാൻ NLP ഞാൻ സാറ മാമിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം ആ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആ പരമേശ്വരൻ സാർ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളത്. ലൈക്ക് 1-to-1 കോൺവെർസേഷൻ വിത്ത് യുവർ സെൽഫ് എന്നുള്ളത്. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് ഭയങ്കര എഫക്റ്റീവുമാണ്. ഇടയ്ക്ക് ഭയങ്കര ടെൻഷനൊക്കെ വരുമ്പം ഐ ജസ്റ്റ് ആസ്ക് വാട്ട്സ് എ പ്രോബ്ലം പറഞ്ഞിട്ട് സോ വോട്ട് എന്ന് ചോദിക്കാൻ പറ്റും. ആൻഡ് മനസ്സ് തന്നെ അത് സമാധാനമായിട്ടൊന്നും പറയാനില്ലാണ്ടിരിക്കും അവിടെ. അപ്പൊ അത് എനിക്ക് സാറ മാമിന്റെ കൂടുതലും ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയക്കുറവുകൊണ്ടൊന്നിലും കയറിയില്ല. ഇന്നലെ ഞാൻ സാറിന്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് ഇതിൽ കയറി നോക്കാം എന്ന് വിചാരിച്ചു. അൾട്ടിമേറ്റ്ലി എനിക്കും NLP കോച്ചിങ്ങും ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഓക്കെ, എത്രയേ ഉള്ളൂ. താങ്ക് യു സാനിയ. താങ്ക് യു സാനിയ. ഇനി ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അതെ, ആരും ഇല്ലെങ്കിൽ ഇനി ചേരാമെന്ന് പറഞ്ഞോളൂ. ഒന്ന് വെൽക്കം ചെയ്തോളൂ. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ NLP ക്ലാസ്സിലേക്ക്. NLP യെ കുറിച്ച് ആലോചിക്കുമ്പോൾ എവിടെ പറയണം എവിടെ തുടങ്ങണം എന്ന് ചിലപ്പോൾ ഒരു പിടുത്തവും കിട്ടൂല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ഇരിക്കുന്ന ആളുകള്. മേരിക്കുഞ്ഞ്, പരമേശ്വരൻ സാറ്, ശ്രീജ, ഇപ്പൊ പറഞ്ഞ സാനിയ എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഇവരൊക്കെ പറയുമ്പം അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. നമ്മൾ എന്തായിരുന്നു, ഞാൻ എന്തായിരുന്നു എന്ന് എനിക്ക് നേരത്തെ ആലോചിക്കുമ്പം ആ ഞാനും ഈ ഞാനും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പൊ സത്യത്തിൽ ഞാൻ അറിയുന്നില്ല, കാരണം അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായി. എല്ലാ സാഹചര്യങ്ങളിലൂടെയും അനായാസം അങ്ങ് നടക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു. ഇനി അഥവാ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാല് ഞങ്ങളിൽ ഇങ്ങനെ ഈ ഒരു ഫാമിലിയാണ്, ഇതൊരു NLP ഫാമിലിയാണ്. ആ NLP ഫാമിലിയിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുമോ? കാരണം നമ്മുടെ പെരയ്ക്ക് തീ പിടിക്കുമ്പം നമ്മൾ അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാഴ്ചയില്ല എന്നുള്ളൊരു സബ്ജക്റ്റീവ് ആകും എന്നൊരു കാര്യമുണ്ട്. സബ്ജക്റ്റീവ് ആകാറില്ല കേട്ടോ. എങ്കിലും there are certain ഒന്നോ രണ്ടോ തവണയൊക്കെ എനിക്ക് ഇടയ്ക്ക് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്നിൽ സാറിനെ വിളിക്കും, ഇവരാരെങ്കിലും വിളിക്കും, പക്ഷെ ഫൈനലി സാറിനെ തന്നെ വിളിക്കും. അങ്ങനെ എന്താ തീ പിടിച്ച പെരയ്ക്കകത്തുനിന്ന് പുറത്തു വരും. നമ്മള് എന്റേത് എനിക്ക് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്, അല്ലേ? എൻ്റെ കൊച്ചു തോറ്റുപോയി, എൻ്റെ കാശ് പോയി, എന്നോട് അങ്ങനെ പറഞ്ഞു, എന്നെ വിഷമിപ്പിച്ചു, എൻ്റേത്. ഇത് തന്നെയാണ് നമ്മളുടെ വിഷയങ്ങൾ. അപ്പൊ ഈ വിഷയങ്ങൾ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മനഃശക്തി പോകുന്നത്. ഇവിടെയാണ് നമുക്ക് മനസ്സിനെ വീണ്ടെടുക്കുക. മനസ്സില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? മനസ്സ് വേണം എന്തെങ്കിലും ചെയ്യാൻ. കൊച്ചു പിള്ളേരോടൊക്കെ ചിലപ്പോൾ വല്ലതും ചെയ്യാൻ പറയുമ്പോൾ പറയല്ലേ, അവർ പറയല്ലേ എനിക്ക് മനസ്സില്ലെന്ന്. അതിന്റെ അർത്ഥം ചെയ്യലെന്നല്ലേ? അതുപോലെ ഈ മനസ്സ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. എന്നാല് മനസ്സിനെ നമ്മൾ തോന്നിയാസത്തിന് വിട്ടുകൊടുക്കാനും പറ്റില്ല. അവൻ നമ്മളെ കൊണ്ട് പോകും, അല്ലേ? നിങ്ങളെ കൊണ്ട് പോയേക്കണതൊക്കെ ഈ മനസ്സല്ലേ? നിന്നെ എന്തിനു കൊള്ളാം, അവര് നിന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇങ്ങനെയല്ലേ, നിന്റെ കൊച്ചു തോറ്റുപോയില്ലേ, നിന്റെ കാശ് പോയില്ലേ, ഇതെല്ലാം പറയുന്നത് ആരാ? മനസ്സ്. ഈ മനസ്സ് ശത്രുവുമാണ്, അതേസമയം കൂട്ടുകാരനുമാണ്. ഈ മനസ്സിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ മനസ്സിനെ ഒരു ശാന്തതയിലേക്ക്, ഞാനും മനസ്സും ഒന്നായിരിക്കേണ്ടതാണ്. വേറെ ആകുമ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ആ ശാന്തതയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്കില്ലാണ് ഈ മനഃശക്തി എന്ന് പറയുന്നത്. ആ സ്കില്ലെന്ന് പറഞ്ഞാൽ സാറ് മുമ്പ് പറഞ്ഞ പോലെ ലേണിംഗ് അല്ല. ലേണിംഗ് തലയ്ക്ക് ഭാരമാണ്. പഠിച്ചു,
നമ്മൾ എഴുതിയൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭാരമാണ്. ഇത് അറിവിന്റെ തലത്തിൽ നിന്ന് അനുഭവത്തിന്റെ തലത്തിലേക്കുള്ള ഒരു വളർച്ചയാണ്. ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതം എപ്പോഴും മീനിങ് ഫുൾ ആണ്. വി ആർ ഇൻ നമ്മൾ അറിയുന്നില്ല എന്നുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് മീനിങ് ഫുൾ. അതാണ് മീനിങ് ഫുൾനെസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അറിയുന്നേ ഇല്ല. വി ആർ ഹാപ്പി. ഇങ്ങനെ പറഞ്ഞാൽ ഈ സംഭാഷണം തീരില്ല കേട്ടോ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലഷറിനെ അല്ല ഹാപ്പി എന്ന് പറയുന്നത്. എൻ്റെ ഉണ്മയുടെ, നന്മയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരവസ്ഥ. അത് തുള്ളിച്ചാടി നടക്കുന്ന ഒരു ആഹ്ലാദത്തെ അല്ല സൂചിപ്പിക്കുന്നത്. എൻ്റെ സ്വസ്ഥതയുടെ അവസ്ഥ, എൻ്റെ സ്വർഗം, അതാണ് എൻ്റെ സന്തോഷം. ഇത് തന്നെയാണ് മനഃശക്തി. എൻ്റെ സ്വർഗം തന്നെയാണ് മനസ്സിന്റെ ശക്തി. താങ്ക് യു. എല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. സ്വർഗത്തിലേക്ക് ഇത് കേട്ടിട്ട് എല്ലാരും എടുത്ത് ചാടുമെന്ന എന്റെ സംശയം. സന്തോഷം കേട്ടിട്ടില്ല. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ, സ്വർഗത്തിലേക്ക് ഞാൻ എടുത്ത് ചാടും. അപ്പൊ അതത്ര കറക്റ്റ് അല്ല നമ്മുടെ കാഴ്ചപ്പാടില്. സ്വർഗത്തിലേക്ക് ഞാൻ എടുത്ത് ചാടും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ സ്വർഗത്തിലല്ലെന്നുള്ളതല്ലേ. നമ്മുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വി ആർ ഓൾവേസ് ഇൻ ഹെവൻ. നമ്മുടെ സന്തോഷത്തിലാണ്. അത് ആഹ്ലാദത്തോടെ പറയുന്ന അല്ലേ സാറേ? അതൊരു ആഹ്ലാദത്തിന്റെ എക്സ്പ്രഷൻ ആണ് അല്ലേ? അതൊരു പ്ലഷർ ലെവലാണ്. പ്ലഷർ സ്വർഗത്തിലേക്ക് എടുത്ത് ചാടും എന്നൊക്കെ പറയുന്നത് അത് ഇച്ചിരി അധികം പറ്റാം. അത് സന്തോഷമല്ല, അത് പ്ലഷർ കൂടി കഴിയുമ്പോഴാണ് എടുത്തിയാട്ടമൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ മനഃശക്തി എന്ന് പറഞ്ഞാല്. ഈ മനസ്സ് ശക്തിയുള്ള മനസ്സെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മനസ്സിനല്ല ശക്തി. ഐ ആം എ സ്ട്രോങ് പേഴ്സൺ എന്ന് പറയല്ലേ. ഫിസിക്കലി സ്ട്രോങ് അല്ല, മസിൽമാൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ഇഷ്യൂസ് വന്നു കഴിയുമ്പം തളർന്നില്ലേ അവൻ. അപ്പൊ അവന്റെ ശരീരത്തിന്റെ സ്ട്രെങ്ത് മുഴുവൻ പോയി. മനസ്സിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ശരീരത്തിന് സ്ട്രെങ്ത് കാണും. ഈ മസിൽ പവർ കൊണ്ട് കാര്യമൊന്നുമില്ല. മസിൽ പവർ ഉള്ള ആളിന് ദേഷ്യം വരും, അയാൾക്ക് സങ്കടം വരും, പേടി വരും, അവന്റെ മനസ്സ് തളർന്നു പോയി. അതതിന്റെ അർത്ഥം. അതേസമയം ഇങ്ങനെ മെലിഞ്ഞ് ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം മനസ്സ് സ്ട്രോങ് ആകുക എന്നുള്ളത്. മനസ്സ് സ്ട്രോങ് ആകുക എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമാകും. ഇത്രയേ ഉള്ളൂ. ഒരു ഇഷ്യൂസും നമ്മളെ തൊടുകയല്ല, എൻ്റെ മനസ്സിനെ തൊടുകയല്ല. അപ്പോൾ NLPയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ശരീരമുണ്ട്, ഒരു മനസ്സുണ്ട്. അപ്പം മനസ്സും ശരീരങ്ങളും കൂടുന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ആകത്തുക എന്ന് പറയുന്നതിന് രണ്ടും വേണം, ശരീരവും വേണം, മനസ്സും വേണം. അപ്പോൾ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ ശരീരം തളരും, ശരീരം തളർന്നു കഴിഞ്ഞാൽ മനസ്സും തളരും. അതാണ് NLPയുടെ പ്രിൻസിപ്പിൾ. ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം. ഇതാണ് NLPയുടെ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടുമുണ്ട്. ഈ രണ്ടും കൂടെ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. മനസ്സ് പ്രവർത്തിച്ചാൽ ഒട്ടനെ ശരീരം പ്രവർത്തിച്ചിരിക്കും. അല്ലെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ മനസ്സും പ്രവർത്തിക്കും. നിങ്ങൾക്ക് ഒരു ഇഷ്യൂ, സങ്കടകരമായ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പം മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നത്? വളഞ്ഞുകൂടും. ഇങ്ങനെ തളർന്ന് ഒരു കഴിവില്ലാത്ത ചേമ്പലിൽ എന്താ തൊട്ടവാടി പോലെ ഇങ്ങനെ വാടി കരിഞ്ഞവിടെ ഇരിക്കും. അതാണ് മനസ്സ് തളർന്നാലത്തെ ഒരു രീതി. അപ്പം ശരീരം തളരും, മനസ്സും തളരും. ഇതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ. അപ്പം നമുക്ക് മനസ്സ് തളരുകയാണെങ്കിൽ അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് സൈക്കോളജി പഠിക്കണം, NLP പഠിക്കണം. NLP കൂടെ മനസ്സിനെ ഉയർത്താൻ പറ്റും. അങ്ങനെ ഉയർന്നു കഴിയുമ്പോൾ ശരീരം ഉയരും. സിമ്പിൾ പ്രിൻസിപ്പിളാണ്.
ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം. ഇതാണ് പ്രിൻസിപ്പൾ. അപ്പോൾ മനസ്സ് തളർന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് പറയണം, ഞാൻ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടതായിരിക്കണം എന്ന് പറയണം. ബിക്കോസ് ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം. അപ്പൊ മനസ്സ് ചോദിക്കും, നീ സ്ട്രോങ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ശരീരം സ്ട്രോങ് ആണ്ടോ ഒന്ന് കാണിച്ചു തരാൻ പറയും. മനസ്സ് പറയും. നമ്മള് ശരീരം സ്ട്രോങ് ആയിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് അതൊന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ ഒരിടത്തങ്ങ് ഇരുന്നിട്ട് താടിയൊക്കെ പൊക്കി കണ്ണൊക്കെ ഇങ്ങനെ ദൂരോട്ട് നോക്കി ചെറിയൊരു പുഞ്ചിരിയോട് കൂടി കോൺഫിഡന്റ് ലുക്കിംഗ് ആയിട്ട് അങ്ങ് ഇരിക്കണം. ഇത് ആ സമയത്ത് വരുന്നില്ലെങ്കിൽ, മനഃശക്തിയുള്ള പല ആൾക്കാരെ നമ്മൾ ലോകത്ത് കണ്ടിട്ടുണ്ടല്ലോ, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ആ ആൾക്കാരെ നമ്മൾ മനസ്സിൽ കാണും. അയാളുടേതായ ബോഡി പോസ്റ്റ് ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്യണം. ഇത് മോഡലിംഗ് എന്ന് പറയും. ഇത് NLP വാക്കാണ് മോഡലിംഗ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഏതാനും ചില ആൾക്കാരെങ്കിലും കാണൂല, ആരെങ്കിലും കാണുമല്ലോ. കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് ശരീരം കൊണ്ട് നടക്കുന്നു. ദ വേ ദേ വാക്ക്, ദ വേ ദേ ടോക്ക് ഷോ ദാറ്റ് ദേ ആർ കോൺഫിഡൻറ്റ്, ദേ ആർ സ്ട്രോങ്. അപ്പം ആ സ്ട്രോങ് ആയിട്ടുള്ള ആളിനെ നമുക്കിപ്പോൾ ഫിസിക്കലി മാത്രമേ കോപ്പി ചെയ്യാൻ പറ്റൂ. അവർ നടക്കുന്ന പോലെ നടക്കുക, അവർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവരുടെ ചിന്തകൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ NLPയുടെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കുന്നത്. അപ്പം NLP പഠിക്കുന്ന ആൾക്കാർ ഈ തിയറികളൊക്കെ നമ്മളിലേക്ക് ലയിച്ചു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നോളും. പ്രത്യേകം നമ്മൾ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു 5-6 ദിവസത്തെ ക്ലാസ് കൂടി കഴിയുമ്പോൾ, ക്ലാസ് കൂടിയാൽ മാത്രം പോരാ, ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് പ്രാക്ടീസ് ചെയ്യും. പല ആൾക്കാരും ക്ലാസ് കൂടിയിട്ട് പിന്നെ ഇതിനെ പിന്നെ ഈ ഭാഗത്തേക്ക് വരികയില്ല, കാണാനേ ഇല്ല. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രീ വെബിനാർ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഒരു കാര്യം, ഇപ്പം ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം എന്നുള്ളത് നിങ്ങൾ മനസ്സിലായില്ലേ? എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നുള്ളത് മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ NLP പഠിച്ചതാണ്. ഇങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ്സിലും ആൾക്കാരുടെ കുറവായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച 2 ക്ലാസ്സൊക്കെ എടുക്കാൻ തയ്യാറാണ്. അപ്പൊ അതിന് ആൾക്കാർ വരണം. അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും വിചാരിക്കുന്നു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ല, പിന്നെ ഇതിനെ ഫ്രീ വെബിനാർ കൂടുന്നത്. അതുകൊണ്ട് ഇപ്പം എന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ്, ഇത് പഴയ ഫ്രീ വെബിനാർ അല്ല, ഇത് NLP പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ക്ലാസ് കൂടാൻ വേണ്ടിയിട്ട് ഗസ്റ്റുകളായിട്ട് കുറേ ആൾക്കാരും വരുന്നു. അവർക്ക് താല്പര്യമുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചേരും. അടുത്ത ക്ലാസ് നമ്മൾ വെച്ചിരിക്കുന്നത് മെയ് 5-ാം തീയതിയാണ്. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് റിപ്പീറ്റ് ചെയ്യേണ്ടവർക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പം എന്നെ വിളിച്ചാൽ മതി, വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിരിക്കും, ലിങ്കും അടിച്ചിരിക്കും. അപ്പം അതിൻ്റെ ഫീസ് അടയ്ക്കുക, ചേരുക, അത്രേ കാര്യങ്ങളുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം. വീഡിയോ ഓപ്പൺ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ചോദിക്കണമെങ്കിൽ ചോദിക്കാവേ. സർ, ഇപ്പം ഫിസിക്കലി മാനറിസംസ് കോപ്പി ചെയ്യണ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞോളൂ. അത് ആൻഡ് യു സെഡ് സ്ലോലി ആ മൈൻഡ് സെറ്റ് വിൽ ഓൾസോ ഫോളോ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ ഫോളോ ചെയ്യാ? വീഡിയോ ഓപ്പൺ ചെയ്യാവോ? ഓക്കെ, ഒന്ന് ചാരിയിരുന്നേ സന്തോഷമായിട്ട്. ബ്രീത്തിങ് ശ്രദ്ധിച്ചേ. ബ്രീത്തിങ് ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ
ഈ വീഡിയോ ഹൊറിസോണ്ടൽ ആക്കാൻ അറിയാമോ നോക്ക്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ചാരി ഇരുന്നിട്ട് ബ്രീത്തിങ് ഒന്ന് ശ്രദ്ധിച്ചേ. ബ്രീത്തിങ് ശ്രദ്ധിക്കാന്ന് പറയാൻ എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യാൻ വേണ്ട കേട്ടോ. കണ്ണടച്ചിട്ട് വയറ് താഴെയും പൊങ്ങുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മതി. നോർമൽ ബ്രീത്തിങ്. വയറ് താഴുന്നു, പൊങ്ങുന്നു. I am observing my stomach moving up and down. I am observing my body breathing. I observe my mind thinking. ഞാൻ അറിയുന്നു എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത്. ഞാൻ അറിയുന്നു എൻ്റെ ശരീരം ബ്രീത്ത് ചെയ്യുന്നു. നീ ഒന്ന് കണ്ടു തുറന്നേ. കണ്ടു തുറന്നോ? സാനിയക്ക് സംസാരിക്കാം. കണ്ടു തുറന്നോ? ഓക്കെ, കണ്ടു തുറന്നു. ഇപ്പൊ എന്ത് മനസ്സിലായി? ഇപ്പൊ 3 എൻറ്റിറ്റീസ് ഉണ്ട് അവിടെ. എനിക്കൊരു ശരീരമുണ്ട്, ഒരു മനസ്സുണ്ട്, പിന്നെ ഞാനുണ്ട്. ഞാൻ അറിയുന്നു എൻ്റെ ശരീരം ബ്രീത്ത് ചെയ്യുന്നത്. ഞാൻ അറിയുന്നു എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത്. അല്ലേ? ഇതാണ്. ഇനി മനസ്സിന്റെ തലത്തിലേക്ക് ഒന്ന് പോകാൻ വേണേ. മനസ്സിനെ വേദനിപ്പിച്ച, തളർത്തിയ ഒരനുഭവം മനസ്സിൽ വിചാരിച്ച് പറയാനും വേണ്ട. കണ്ണടച്ചിട്ട് an experience in which I felt I am insignificant. എനിക്കൊരു കഴിവും ഇല്ല. ഒന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചപ്പോഴാകാം. അപ്പോ എൻ്റെ മനസ്സ് പറയുന്നു യു ആർ ഗുഡ് ഫോർ നത്തിങ്. അങ്ങനത്തെ അനുഭവം മനസ്സിലൊന്ന് വിചാരിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ആ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് ഇനി കണ്ണു തുറന്നു. ഒരു അൺഈസിനെസ് തോന്നിയില്ലേ? വീഡിയോ നിന്ന് പോയെന്നു. സർ ഓഡിയോ കേട്ടില്ലായിരുന്നു. ഒരു അൺഈസിനെസ് തോന്നിയോ? ആക്ച്വലി ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ ആയ പോലെ തോന്നി. അൺഈസിനെസ് തോന്നി. ശരീരം അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. അപ്പൊ മനസ്സ് ഒരു ഡൗൺ ഫീലിംഗ് ആയിരുന്നു, ശരീരം അതുപോലെ തളർന്നു. ഇതാണ് പറഞ്ഞ ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം എന്ന് പറഞ്ഞു. മനസ്സിൽ എന്ത് സംഭവിക്കുന്നു അതനുസരിച്ച് ശരീരത്തിൽ സംഭവിക്കും. ഇനി ഒന്നുകൂടെ കണ്ണടച്ചിടും. കണ്ണടച്ചിട്ട് ഏതെങ്കിലും അവസരത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച്, അതായത് when you did something, people appreciated you. അപ്പോൾ എനിക്കും തോന്നി ഞാൻ മിടുക്കിയാണെന്ന് തോന്നി. എല്ലാവരുടെയും മുമ്പിൽ ഒരു അപ്രീസിയേഷൻ കിട്ടി. ഐ ബിക്കെയിം വെരി കോൺഫിഡൻറ്റ്. എൻ്റെ ബോഡി പോസ്റ്ററൊക്കെ വളരെ വ്യത്യാസം വന്നു.
ശരീരത്തിലൊരു ഹൈ എനർജി വന്നു. ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഗുഡ്. നല്ലൊരു കോൺഫിഡൻസ്, നല്ലൊരു കറേജ്, ആരുടെ മുമ്പിലും തലപൊക്കി നിൽക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ആ അനുഭവങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നേ. എന്നിട്ട് മനസ്സിൽ ഐ ആം സ്ട്രോങ് എന്നൊന്ന് പറഞ്ഞ് ആ പറയുമ്പം ആ സ്ട്രോങ് ആയിട്ടുള്ള ബോഡി പോസ്റ്റും കൂടെ കൊണ്ടുവന്നേ. എന്നിട്ട് ആ കോൺഫിഡൻറ്റ് ലുക്കിങ്ങോട് കൂടി കണ്ണു തുറക്കണം. സർ ഓഡിയോ ബ്രേക്ക് ഡൗൺ ഉണ്ട്. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയോ? ആ, വെരി ഡിഫറെന്റ്. വെരി ഡിഫറെന്റ്. ഇത്രേ ഉള്ളൂ. അതായത് മനസ്സിനെ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം സ്ട്രോങ് ആയാൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NLPയിലെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നതാണ്, ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം. ഈ മനസ്സ്, അതാണ് ഞാൻ ആദ്യം എഴുതിയിരുന്നത്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും മനസ്സും കൂടെ കൂടുന്നതാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചേ പോകത്തുള്ളൂ. അപ്പൊ മനസ്സിനെ സ്ട്രോങ് ആക്കണം എന്നുണ്ടെങ്കിൽ ശരീരം സ്ട്രോങ് ആക്കിയാണ്. ഇതിന് നമ്മൾ ഉപയോഗിച്ച ഒരു ടെക്നിക്കാണ് മോഡലിംഗ്. എനിക്ക് ഒരു പക്ഷേങ്കിലും അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരിക്കില്ല. ഉടനെ ഇതുപോലെ സമൂഹത്തിൽ പല ആൾക്കാരും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. അവരെ നമ്മൾ മോഡൽ ചെയ്യും. അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നോളും. ദ വേ ദേ ടോക്ക്, ദ വേ ദേ വാക്ക്, ദ വേ ദേ ബിഹേവ്. ഇതാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം NLP ടെക്നിക്സ് ആണ്. NLP പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് ഈ ഐഡിയാസ് വരും. അപ്പൊ അവര് ഇത് അത് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. യു ആർ ദാറ്റ്. യു ആർ ദാറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ NLP. പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാ NLP പറയുന്നത്, യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. കോൺഫിഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് ചിന്തിച്ചു, ഞാൻ കോൺഫിഡൻ്റ് ആയി. ഇനി കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മളതായിത്തീർന്നു. ഐ ആം എൻ NLP. അതാണ് വാസ്തവത്തില്ല. ഐ ആം NLP. ഞാൻ NLP ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പിൾസ് ആണ് എൻ്റെ ഉള്ളിൽ ഏത് നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ചിന്തകളൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും. ഒരു സംഗതികൾ നമ്മളെ ഏക്കില്ല. ആ ലെവലിൽ എത്തിക്കഴിയുമ്പം ക്ലാസ് എടുക്കാൻ നേരത്തെ പ്രത്യേകമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ തിയറികളെല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഈ പഠിച്ചതിന്റെ അപ്പുറത്തേക്കും കൂടെ നമ്മൾ കടന്നു പോകും. പഠിച്ചതെന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്നതാണ്. അതിന്റെ അപ്പുറത്തേക്ക് കിടക്കണം നമ്മൾ. അതുക്കും മേലെ ആകണം. ഇതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം സേറാ മാഡം പറഞ്ഞത്, ചിന്ത എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. ദാറ്റ് ഈസ് യുവർ എനിമി. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ഈ ചിന്തകളെ കൊണ്ട് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ചിന്തകൾ നമുക്ക് വേണ്ട. ചിന്തകളാണ് നമ്മളെ എപ്പോഴും കുഴി കൊണ്ട് ചാടിക്കുന്നത്. അപ്പം നമ്മളൊരു ചിന്ത വരും, ആ ചിന്തേനെ നമ്മൾ ഓവർ പവർ ചെയ്തിട്ട് അതിനെ വേറെ ചിന്തയായിട്ട് കൺവേർട്ട് ചെയ്ത് ഹാപ്പിനെസ്സിലേക്ക് കടക്കാൻ കുറെ പാടുപെടണം. NLP മുഴുവൻ പഠിക്കണം. ഇത് കുറച്ച് എൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. ഇപ്പൊ സേറാ മാഡം പറഞ്ഞ കേട്ടില്ല, അതിന് പുറകെ നടന്നാലത്തെ ഗുണം അതാണ്. എൻ്റെ ലക്ഷ്യത്തിനകത്ത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലെവലിൽ എല്ലാവരെയും എത്തിച്ചു വിടുക എന്നുള്ളതാണ്. യു വിൽ ബി ജസ്റ്റ് ഫ്ലോട്ടിങ്. ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനെ
ഇന്ന് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നം മുഴുവൻ നമ്മൾ ഒബ്സർവ് ചെയ്യാറില്ല. നമ്മൾ കാണുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. ഞാൻ പിന്നെ കുറെ നടന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ ഇരിക്കുന്നതിന് മുൻപിലായിട്ട് ഒരു ചേമ്പ് പോലെ ഒരു സാധനം, ഇലകളൊക്കെ ഉണ്ട്. ഇപ്പൊ ചെറിയ കാറ്റ് രാവിലെ വരുന്നുണ്ട്. ഈ കാറ്റത്ത് ഇത് കിടന്ന് ഇങ്ങനെ ആടുകയാണ്. എന്തിനാ ഇല ആടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ഒബ്സർവ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇല വിചാരിച്ച എന്താന്ന് വെച്ചാൽ, ഞാനായിട്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? കാറ്റ് വരുന്നുണ്ട്, അതിനൊപ്പം ഞാനും അങ്ങ് ആടിയേക്കാം. കാറ്റിനും കുഴപ്പമില്ല, ഈ ഇലയ്ക്കും കുഴപ്പമില്ല. യു മൂവ് വിത്ത് എയർ. അപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും പഠിക്കാനുള്ളതേ ഉള്ളൂ. എവിടെയും ജീവിതമാണ് നമ്മൾ കാണുന്നത്. ഒബ്സർവ് ചെയ്യണം. ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമായി. എന്താ ഈ ഇല കിടന്നാടുന്നത്? ഈ കാറ്റിന് വേറെ പണിയൊന്നുമില്ലേ? ആ മര്യാദയ്ക്ക് ആ ചെടി അവിടെ നിന്നോടിയല്ലേ? അവനെ ആട്ടി. ഇപ്പൊ കണ്ടില്ലേ, ഇന്നലെയൊക്കെ കാറ്റ് വന്നിട്ട് അത് ഒടിഞ്ഞെന്നും പിടിഞ്ഞെന്നൊക്കെ കേട്ടില്ലേ? മരങ്ങളൊക്കെ കടകൊഴി പോയില്ലേ? എന്തുകൊണ്ടാണ് പോയത്? ആ കാറ്റിനനുസരിച്ച് ഇത് ആടാൻ പറ്റിയില്ല. റൂട്ട്സ് were not strong or the stem was not strong. സ്ട്രോങ് ആയിരുന്നെങ്കിൽ കാറ്റ് വരുന്നതനുസരിച്ച് കിടന്നാടും, ഒരു കുഴപ്പമില്ല. കാറ്റിന്റെ വഴിക്ക് പോവും, ഞാൻ അവിടെ നിൽക്കുകയും ചെയ്യും, ഞാനും ആടും. നമുക്കും അങ്ങനെ ആടാൻ പറ്റുമെങ്കിൽ ആൾക്കാർ പലതരത്തിൽ സംസാരിക്കും, പ്രതികരിക്കും. നിങ്ങൾ എന്തിനാ അതിന്റെ എതിർപ്പ് നിൽക്കാൻ പോണത്? അതിനനുസരിച്ച് നിങ്ങൾ നീക്കും. പറഞ്ഞാൽ നിങ്ങൾ പറയണം, അയാൾക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞു, സോ വാട്ട്? അല്ലേ? പരമേശ്വരൻ പറഞ്ഞില്ലേ, സോ വാട്ട്? സാനിയായും പറഞ്ഞു അല്ലേ? ആരാണ്ടൊക്കെ സോ വാട്ട് പറഞ്ഞില്ലേ? കിട്ടുന്നില്ലേ? പോയതല്ലേ? റോസീനയുടെ മറച്ചു വെക്കണം. സിസ്റ്റർ റോസീന, സിസ്റ്റർ റോസീന മ്യൂട്ട് ചെയ്യണേ. ശരിക്കും പറയുകയാണെങ്കിൽ അവിടുന്ന് ശബ്ദം കേൾക്കുന്നതിന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതവിടെ കിടന്ന് ശബ്ദം കേട്ടോട്ടെ. നമ്മളെ ജീവിക്കുന്നിടത്ത് എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ജീവിക്കുന്നില്ലേ? വേണ്ടപ്പെട്ടതാണ്, നമുക്കതെല്ലാം മനസ്സിലാകും. നിങ്ങളെ കുട്ടികളുടെ അടുത്തിരുന്ന് സംസാരിച്ച് അപ്പനും അമ്മയും കൂടെ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കും കുട്ടികളൊന്നും അറിയുന്നില്ലെന്ന്. കുട്ടികളൊന്നും അറിയുന്നില്ല. പക്ഷെ ആ പിള്ളേരെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിച്ച് അന്നേരം കുട്ടി പ്രതികരിക്കും. അറിയേണ്ടവരൊക്കെ അറിയും. അപ്പൊ നമ്മളിങ്ങനെ ജീവിച്ചു പോയാൽ മതി. അതാണ് സ്ട്രോങ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മളിതൊന്നും തൊടുകയില്ല. അപ്പൊ ആ ഇല ഭയങ്കര സ്ട്രോങ് ആണ്, ആ ചെടി ഭയങ്കര സ്ട്രോങ് ആണ്. എത്ര കാറ്റ് വന്നാലും, കൊടുങ്കാറ്റ് വന്നാലും അതിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അത് കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അധികം ബലം പിടിക്കുന്നത് ചിലപ്പോൾ ഒടിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇനി ആർക്കാ പറയാനുള്ളത്? ആരും ഒന്നും ചോദിച്ചില്ലേ? എനിക്ക് പറയാനൊന്നുമില്ല കേട്ടോ. ഞാൻ പറയാം. പറ. ശ്രീജ കോട്ടയത്ത് നിന്നാണ്. ഇന്നലെ വിഷുവിന്റെ തലേന്ന് എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചു. എന്തോ പ്രഷർ, ഡ്യൂട്ടി പ്രഷർ, അല്ലാത്ത പ്രഷർ, കൗൺസിലിങ്ങിന് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പൊ ഞാനാണെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ എനിക്ക് എന്തോ ഒരു നഷ്ടബോധമായിരുന്നു. എനിക്ക് സങ്കടവും വരുന്നു. ഇവിടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ആശാത്തി വിളിക്കുന്നത്. ഞാനെല്ലാം കേട്ടു എന്ന് വെച്ചാല് ഓ അതെയോ ശരി, ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞ് ഫോൺ വെച്ചു. ഇവിടെ പറഞ്ഞൊന്നും എനിക്ക് എന്റെ തലയിൽ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാത്തിനും ഇങ്ങനെയുള്ളൊരു മറുപടിയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് കോൾ വെക്കാനാ പറഞ്ഞു. എനിക്ക് ഭയങ്കര ആശ്വാസമായി നിന്നോട് പറഞ്ഞപ്പോന്ന് പറഞ്ഞു. ശരിന്ന് പറഞ്ഞ് കോൾ വെച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നേ, എന്നോട് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കാവോ?
അത് ഞാൻ അവിടെ നിന്ന് റീഫ്രെയിം ചെയ്തു എന്റെ തോട്ട്. ഞാൻ അവൾ ഇത്രയും എന്റെ അടുത്ത് സംസാരിച്ചിട്ട്, ഇത്രയും എനർജി പറഞ്ഞ് എന്റെ അടുത്ത് സംസാരിച്ച് അവൾക്ക് ആശ്വാസം കിട്ടി, ഞാൻ ഇങ്ങനെ ഇരിക്കാവോ എന്ന് ചിന്തിച്ച് പിന്നെ ഞാൻ എണീറ്റ് ടൗണിലേക്ക് ഒന്ന് കറങ്ങി, ലുലുലൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഓക്കെ ഫ്രഷായി. പ്രശ്നമായി. അത് NLPയുടെ ഒരു ഇത് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂസ്റ്റ് കിട്ടിയില്ലെങ്കിലുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ക്ലാസ് ഈ ഇല്ലായിരുന്നു. ആഴ്ച ഒന്ന് വെച്ചത്. അല്ലെ വലിയ പ്ലാൻ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നല്ലേ? ഈ സാർ എനിക്ക് ആ ഒരാളോട് ഇന്ന് ചെയ്ത സംസാരിച്ചപ്പോ താങ്ക് യു ശ്രീജ. കഴിഞ്ഞോ ശ്രീജ? കഴിഞ്ഞു പറഞ്ഞോളൂ. ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോ ഞാൻ ചിന്തിച്ച് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, എത്രമാത്രം ചിന്തകളുടെ തടവുകാരനാണ് അയാളെന്നുള്ളത്. അയാളൊരു ജയിലിൽ കിടക്കുന്ന പോലെയാ, ചിന്തകളുടെ ജയിലിൽ കിടക്കുക, അടച്ചിട്ടിരിക്കുക. തുറക്കും, അയാള് തന്നെ പിന്നെയും കയറി അടയ്ക്കും. ഞാനൊന്ന് തുറക്കാനൊക്കെ 1-2 പ്രാവശ്യം അയാളെ സഹായിച്ചു, പക്ഷെ അയാൾ അപ്പൊ തന്നെ തിരിച്ച് ജയിലിൽ കയറി അടയ്ക്കുക. അങ്ങനെ എനിക്ക് ശരിക്കും അതിങ്ങനെ വിഷ്വലായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. ഞാൻ ജയില് തുറന്ന് അയാളെ ജയിലൊന്ന് തുറക്കാൻ സഹായിക്കുക, അയാളെ കൊണ്ട് തന്നെ തുറപ്പിച്ച് പുറത്തു കൊണ്ടുവരും. അപ്പൊ തന്നെ അയാൾ അടുത്ത ജയിലിൽ കയറി അയാളെ പൂട്ടിയിടും. ഇതുപോലെ ഒരു വിഷ്വൽ ഇത് എനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം വിചാരിച്ചു, ചിന്തകളുടെ തടവുകാരാണല്ലോ മനുഷ്യരെന്നുള്ളത്. അതൊന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മ വന്നപ്പോ ശ്രീജ വർത്താനം പറഞ്ഞപ്പോ ഓർമ്മ വന്നത്. അവരുടെ മനസ്സൊക്കെ ഭയങ്കര വീക്കാ. ചിന്തകളെ പിടിച്ചങ്ങോട്ട് വീക്കാക്കി വെച്ചിരിക്കുക. പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാത്തിനും ഹേർട്ടാണ്. മകളോട് പറഞ്ഞു, വീടിന്റെ മുറ്റത്ത് 3-4 കാറ് കിടപ്പുണ്ടല്ലോ, നിനക്ക് അമ്മയെ കൊണ്ടേ പള്ളി വിടാൻ മേലായിരുന്നു. അമ്മ ഓട്ടോറിക്ഷയിൽ പള്ളിയിൽ പോയി. അത് ശരിയല്ല, അയാളുടെ വീക്ഷണത്തിൽ അത് ശരിയല്ല. മകള് പറഞ്ഞ, അമ്മ തോന്നിയപ്പോ അമ്മയ്ക്ക് ഓട്ടോറിക്ഷ എടുക്കാൻ അമ്മ പള്ളിയിൽ പോയി, എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ അവിടെ എന്തെല്ലാം കാര്യങ്ങളിൽ തടവുന്ന. ഒന്നാമത് പള്ളിയിൽ ഓട്ടോറിക്ഷയിൽ പോയത് ശരിയല്ല, അവളെ വിടാൻ ഇവിടെ ആരും ഇല്ലായിരുന്നു. പിന്നെ മകളിന് ഞാൻ പറഞ്ഞപ്പം തിരിച്ചു പറഞ്ഞു, ഇവിടെ ആർക്കും എന്നോട് ഒരുപാട് ചിന്തകളാ അയാളുടെ. ഇവിടെ ആർക്കും എന്നോട് ഒരു അനുസരണയില്ല, ഞാൻ വെറും പണം ഉണ്ടാക്കുന്ന ഒരാള് മാത്രമാണ്, ആർക്കും എന്നെ ഇങ്ങനെ. ഈ വാക്കുകളിലൊക്കെ അയാൾക്ക് ഒരു ചിന്തയൊന്നും അല്ല, ഒരു 100 ചിന്തയുടെ തടവുകാരനാണ്. അപ്പൊ അന്നേരം ഞാനിങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു, ഇത്രയും ചിന്തകള് വരണുണ്ടല്ലോ. ഈ ഇപ്പൊ ആലോചിക്കുമ്പോ ചിന്തകളെല്ലാം അയാളെ തളർത്തുകയും തളർത്ത് ഈ തളർന്നിരിക്കുമ്പം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റിപ്പോകും. എന്ത് തീരുമാനം എടുത്താൽ അടുത്ത നിമിഷം പറയും, അയ്യോ അത് വേണ്ടായിരുന്നു. നമ്മളൊരു തീരുമാനം എപ്പോൾ എടുക്കുന്നോ ആ സമയത്ത് നമ്മളെ ഹാപ്പി ആയിരിക്കും. അതിനെ നമ്മൾ ഈ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഞാൻ പുതിയൊരാളാണ്, സിസ്റ്റർ നോയൽ മരിയാണ്. കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ആണ്. അപ്പൊ NMPയുടെ ക്ലാസ് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് കിട്ടിക്കില്ലായിരുന്നു ആ സമയത്ത്. ശരി, പെട്ടെന്ന് ഓടിച്ചു വിട്ടു പോവുക ചെയ്തത്. അപ്പൊ ഇന്നാണ് ഇത് കണ്ടപ്പോ കയറിയത്. അപ്പൊ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? ഇനി രണ്ടാമത് ഇപ്പം ഈ മാഡം പറഞ്ഞതുപോലെ ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ ഈ ചിന്തകൾ വരാതിരിക്കാൻ അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇപ്പൊ അവരുടെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതാണ് എന്റെ ചോദ്യം. സിസ്റ്റർ എന്ത് ചെയ്യുന്നു? ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നു. ഓക്കെ, സൈക്കോളജി ബേസ്ഡ് ആയിട്ടാണ് NLP വെച്ചിട്ടാണ് ചെയ്യുന്നത്? സൈക്കോളജിയും ഉണ്ട്,
NLP ക്ലാസ് അധികം ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഗിഫ്റ്റഡും കൂടിയാണ്. എന്താ ഗിഫ്റ്റഡ് ഗിഫ്റ്റഡോ ആ എന്ന് ഗിഫ്റ്റഡ് പറഞ്ഞാൽ കൗൺസിലിംഗ്. മനസ്സിലായില്ല. ഗിഫ്റ്റഡ് കൗൺസിലിംഗ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിഫ്റ്റ് ആ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മെസ്സേജ് കിട്ടുന്ന ഒരു സംഭവം. NLPയുടെ ക്ലാസ് സ്പിരിച്വൽ കൗൺസിലിംഗ്. ചെയ്തിട്ടുണ്ടല്ലേ? ഉം. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലേ സിസ്റ്റർ? ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പം മിസ് അങ്ങ് പറഞ്ഞപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അതൊന്ന് ജസ്റ്റ് എല്ലാവരും കൂടി തന്നെ പുതിയൊരു വന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർ നമുക്ക് ഈ ചിന്ത തോട്ട് വരാതിരിക്കാൻ NLPയിൽ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയത് നന്നായി. സിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ് മെയ് 5-ാം തീയതി ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ, അതുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് ഒരു പിടിയും കിട്ടിയല്ല, പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഓക്കെ. അപ്പൊ ഞങ്ങള് താല്പര്യം വർഷങ്ങളായി സാറിന്റെ കൂടെ ഉള്ളവരാണ്. എന്താ അപ്പൊ അത് ഇന്നാണ് ഞങ്ങൾക്ക് എനിക്ക് കേറിയത്. ആ അപ്പൊ അത് സിസ്റ്ററെ, സാറിന്റെ കൂടെ ഇങ്ങനെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സ്കില്ലിലേക്ക് നമ്മൾ വരും. അതാണ് ഞാനൊക്കെ സാറിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ, ശ്രീജ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ഉള്ള ആൾക്കാരാണ്. ഇതുപോലെ പല ക്ലാസ്സുകൾ കയറി ക്ലാസ് മിസ് സിസ്റ്റർ, ചെയ്യാതെ യു വെൽക്കം. കേറുന്നവരാണ്. ഒരു ക്ലാസ് പോലും താങ്ക് യു. മിസ് ചെയ്യാതെ കേറുന്ന. ഇതുപോലെ ഒരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതിലൂടെ നമുക്ക് ഗ്രോ ചെയ്യാനും പറ്റും. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ക്ലാസ് കയറുന്ന കുഴപ്പമില്ല, അങ്ങനെയല്ല. ഞങ്ങൾക്ക് എനിക്ക് കുറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടേ നമുക്ക് ആ സമയത്ത് കയറാൻ പറ്റില്ല. അപ്പോ ധ്യാനമൊക്കെ ഉണ്ട്, ഞാൻ ധ്യാനത്തിലൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ സമയത്തൊക്കെ ചിലപ്പോൾ ആരാധനയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്കത് തിരിച്ചു കിട്ടാൻ, ആ ക്ലാസ് കൂടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ്. അതിനാണ് നമ്മള് അതിനകത്ത് നോട്ടും കൊടുക്കും, വീഡിയോ റെക്കോർഡിംഗും കൊടുക്കും, ക്ലാസിന്റെ ഫുൾ വീഡിയോ റെക്കോർഡിംഗ്. അപ്പൊ ഉണ്ടല്ലേ? ഈ 8:30-ക്ക് കൂടാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അവിടെ ആ വീഡിയോ കാണും. അതൊന്ന് കിട്ടാൻ എന്തെങ്കിലും അതിന് കിട്ടുന്നതിനാണ് അതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് ചേരണം, ആ ക്ലാസിന്റെ ഗ്രൂപ്പിനകത്ത് ചേരണം. അതിനകത്ത് സിസ്റ്റർ റോസിനോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞുതരാം. സിസ്റ്റർ റോസിനെ ഒന്ന് ആൻസർ ചെയ്തേ. റോസിന പോയോ? റോസ് ഇപ്പൊ സിസ്റ്റർ നോയൽ പറഞ്ഞ കാര്യം കേട്ടില്ല. അപ്പൊ പുള്ളിക്കാരത്തിക്ക് ഈ ടൈമിൽ വരാനൊന്നും പറ്റിയല്ല, ധ്യാനമുണ്ട്, പ്രാർത്ഥനയുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ സിസ്റ്റർ റോസിനായിക്കും ഇതുപോലത്തെ സാഹചര്യത്തിലാണല്ലോ. അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയോ പുള്ളി? അത് നമ്മള് പിന്നെ സാർ ഇത് സേറാമാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു നമുക്ക് ആദ്യമേ പ്രാക്ടീഷണേഴ്സ് കോഴ്സ് ഉണ്ട്. അതൊരു 5 days കോഴ്സാണ്. അതിന് കയറി ഇപ്പൊ നമ്മൾക്ക് ആദ്യത്തെ ദിവസമെങ്കിലും ഒന്ന് കയറിയിട്ട് അഥവാ ഇനി വരാൻ പറ്റാതെ പോകുവാണെങ്കിൽ നമുക്ക് ഫുൾ റെക്കോർഡിങ് കിട്ടും. പറ്റുന്ന അത്രയും, സാധിക്കുന്ന അത്രയും നമ്മൾ കയറി അതിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ സിസ്റ്ററി പറഞ്ഞ പോലെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ റെക്കോർഡിങ് കിട്ടും. പിന്നെ നമുക്ക് ഫ്രീ വെബിനാർ ഉണ്ട്. അതുപോലെ ഇത് തന്നെ പ്രാക്ടീഷണേഴ്സ് കോഴ്സ് തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ പ്രാവശ്യം ഒരു പേയ്മെന്റ് ഉണ്ട് 2500, അല്ലെങ്കിൽ അത് 2000 ഏർലി ബേർഡ് ഓഫർ ആണെങ്കിൽ 2000 പോവും. അത് കഴിഞ്ഞിട്ട് 2500. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യം കയറുമ്പോഴും വളരെ ഒരു മിനിമം പേയ്മെന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്ര അറ്റൻഡ് ചെയ്യുന്നോ അത് കണ്ട് നമുക്ക് കൂടുതൽ പ്രാക്ടീസും കിട്ടും, നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറി കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുമ്പേ എനിക്ക് എല്ലാം ഒന്നും ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ല. അതിനിടയ്ക്ക് ഒത്തിരി നെറ്റ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ജീവിതം തന്നെ അങ്ങ് മറിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെൻഷനൊക്കെ അങ്ങ് കംപ്ലീറ്റ് ഞാൻ പറയുന്നില്ല. ടെൻഷനൊക്കെ വളരെ ഒരു സമചിത്തതയോടെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒത്തിരി ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും. അതിലൂടെ നമ്മൾ നാം അറിയാതെ നമ്മൾ വളർന്നു വരും. അപ്പൊ സിസ്റ്റർ കോഴ്സിന് ആദ്യമായിട്ട് പ്രാക്ടീഷണേഴ്സ് കോഴ്സ് ചേരുക. അപ്പൊ പറ്റുന്ന അത്രയും സാറിനോട് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് മുഴുവൻ അറ്റൻഡ് ചെയ്താൻ പറ്റിയ പകുതി എങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് ആ റെക്കോർഡിങ്സ് കൂടെ വെക്കുകയാണെങ്കിൽ സിസ്റ്ററിന് ഫുൾ ഐഡിയ കിട്ടും. അങ്ങനെ പല പ്രാവശ്യം കൂടി കഴിയുമ്പോൾ സിസ്റ്ററിന്റെ ജീവിതത്തിൽ തന്നെ അത് നമുക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനെല്ലാം വളരെ ഫലപ്രദമായിട്ട് മാറും. ഇത് മാത്രമല്ല, ഇതോടുകൂടി പിന്നെ നമുക്ക് മാസ്റ്റർ തിയറി ഉണ്ട്, മൈൻഡ് മാസ്റ്ററി ഉണ്ട്, പിന്നെ ഫ്രീ അലുമിനി ഉണ്ട്. അങ്ങനെ പല പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇതിൽ നമുക്ക് വളർന്നു വരാൻ വളരെ നന്നായിരിക്കും സിസ്റ്റർ ചേർന്നിട്ട് പ്രൊസീഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോ ദിവസവും കൂടുന്തോറും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. താങ്ക് യു. താങ്ക് യു.
ഓക്കെ, ഇനി ആരാണ് കൂടുതൽ അറിയേണ്ടത്? ഇല്ല. ആരില്ലേ ക്ലോസ് ചെയ്യാൻ സാറേ പോകുന്നത്? ക്ലാസ് കഴിഞ്ഞില്ലല്ലേ? ആ, ഡ്യൂട്ടിയില്ല, ക്ലോസ് ചെയ്തോട്ടെ എന്ന് വെച്ചു. അല്ല ഓക്കെ. ഞാൻ ലീവ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. എന്തോ? അല്ല ഞാൻ ലീവ് ചെയ്യുവാണെന്ന് പറഞ്ഞ സാർ. ആ, ഓക്കെ ഓക്കെ, നമ്മളെല്ലാരും ലീവ് കഴിയുവാണെങ്കിൽ ചെയ്യാൻ പോകണം. ലീവ് ചെയ്തോ, ഡ്യൂട്ടിയിലല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നമുക്ക് കാണാം.